അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഈ വഴിക്ക് അറിയാലോ എന്റെ സ്ഥിതി. ഒന്നിനെ കൊണ്ടുപോയി മണ്ണിൽ വെച്ച്. കണക്ക് പടപ്പുകൾക്കേ തെറ്റുള്ളൂ, പടച്ചോന് തെറ്റൂല. ആചാരെ വിതച്ചത് കൊയ്യ. അള്ളാനോട് മാപ്പിനെ തേട്. ആട്ടെ, വന്ന കാര്യം പറഞ്ഞില്ല. ഫക്രുദ്ദീൻ ആജിന്റെ മോനും എന്റെ നസീമും തമ്മിലുള്ള നിക്കാഹ് നടക്കണം സൈദക്ക. തോന്നുമ്പോ കൊടുക്കാനും എടുക്കാനും പറ്റുന്ന ഒരു കച്ചവടം അല്ലല്ല നിക്കാഹും തലാക്കും അല്ല. ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാ വന്നേ. എന്റെ കുട്ടി ജീവിക്കണം. ഒരിടക്കെട്ട് നടന്നില്ലെങ്കിൽ ഇനി നസീമാന് ജമാലിന് നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പറ്റൂല. അതിന് ഇക്കാലത്ത് ഒരാളെ കിട്ടുമോ? ഒരാളുണ്ട്, നിങ്ങൾ പറഞ്ഞാ കേൾക്കും. ആരത്? അബ്ദു. അബ്ദുവോ? ചടങ്ങ് നിൽക്കാനോ? നിങ്ങൾക്കിത് പറയാൻ മനസ്സ് വന്നല്ലോ. ചടങ്ങ് നിൽക്കുന്നവരും നിർത്തുന്നവരും അള്ളാഹുവിന്റെ മുമ്പിൽ ശപിക്കപ്പെട്ടവരാണെന്നാണ് നബി തിരുമേനി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോ ഓനോടൊന്ന് പറയോ? ഒരു കാലത്ത് ആശയും പൂതിയും കൊടുത്ത് വളർത്തി അവസാനം നിങ്ങൾ തന്നെ ഓട്ടമുക്കാല് പോലെ വലിച്ചെറിഞ്ഞ ആ പാവത്തിനെ കൊണ്ട് തന്നെ വേണം ഈ ശപിക്കപ്പെട്ട ജോലി ചെയ്യിക്കാൻ. ഈ മണപ്പുറത്ത് പണ്ട് വീടിയും വലിച്ച് ഇങ്ങളെ കൂടെ മാനം നോക്കി കിടന്ന പഴയ മൊയ്തീൻ കോയ വീടിനടുത്ത് കിടന്ന് കൈനീട്ടുകയാണ്. എന്നെ ചവിട്ടിത്തേക്കരുത്. നമ്മൾ പോട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അള്ളാഹു വെറുത്ത കാര്യം. പക്ഷേങ്കില് ഇജ്ജത് ചെയ്ത ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കിട്ടും മോനെ. സഹിക്കാം മോനെ. അവനവന്റെ കഷ്ടവും നഷ്ടവും മറന്ന് മറ്റുള്ളവന്റെ കണ്ണീരൊപ്പാനാണ് അള്ളയും റസൂലും പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ കേക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ആജിയാർക്ക് ഞാൻ വാക്ക് കൊടുത്തത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹ്. ഷക്കില, അബ്ദുന് ആരോടും ചോദിക്കാനില്ല, അന്നോടല്ലാതെ. നാളെ പോവാ. നസീമാനെ കിടക്കട്ട് കേട്ടാൽ ഓളും കൂടി ഇവിടെ വന്ന് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. പടച്ചോൻ പുറത്തോളും. വരുന്നുണ്ട്. വാ വാന്ന് ഇതുകൊണ്ട് മാറ്റുവാ. കുടിക്കീന്ന് ചെല്ല്.
എന്റെ മകൾ നസീമ എന്നവളെ എന്റെ മകൾ നസീമ എന്നവളെ 1 പവൻ സ്വർണവള മഹറിന് പകരമായി 1 പവൻ സ്വർണ്ണവള മഹറിന് പകരമായി അബ്ദു എന്നവർക്ക് അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഇണയാക്കി തുണയാക്കി ഹലാലായ ഭാര്യയാക്കി പൊരുത്തപ്പെട്ട് നിക്കാഹ് ചെയ്തു തരുന്നു. ഇണയാക്കി തുണയാക്കി ഹലാലായ ഭാര്യയാക്കി പൊരുത്തപ്പെട്ട് നിക്കാഹ് ചെയ്തു തരുന്നു. ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. എന്നാ വേണ്ടത്? മൊയ്ച്ചൊല്ലി ഒഴികെ ദിവസം എന്നെ അറിയിച്ചോളാം. ഓനെത്തി, നീ നേരം കളയണ്ട. വാ, കേറി വാ. വേവ് ഇത്തിരി കുറവാ. അപ്പോളേ നെയ്ച്ചോറും കൂട്ടാനൊക്കെ തെല്ല് വെക്കായിക്കോട്ടെ. മൊയ്യൊപ്പിട്ട് വാങ്ങി ഉടനെ മൂല്യർക്കും കൂട്ടർക്കും പോകേണ്ടതാ. നസീമാനെ ഈ മൊയ്യലി നാറിക്കാലിലൊന്ന് എഴുതി ഒപ്പിട്ടാളാ. ഒപ്പിട്. റെക്കാർഡിൽ ഒപ്പിട്. നേരം കളയണ്ട, ഒപ്പിട്ട് വയ്ക്കോ. മോനെ കാത്തിക്കാണോരൊക്കെ വേഗം ഒപ്പിട്ടൂട്. അന്നോടാ പറഞ്ഞേ. പഠിച്ചോനെ വിചാരിച്ച് ഈ പറയണത് അനുസരിച്ച് അബ്ദു. ഒപ്പിടൂല. അബ്ദോ, ഒപ്പിട്ട് പോവാണ് എനിക്ക് നല്ലത്. ഞാൻ ഒപ്പിടൂല. ആഹാ.
കൊല്ലും ഞാൻ. നീ കേട്ട ഹിമാറെ, നിന്നെ മാനം കെടുത്ത കൊല്ലും ഞാൻ. ഞാനാ പറഞ്ഞ എന്നെ മൊഴി ചൊല്ലരുതെന്ന്. നിങ്ങളെല്ലാരും ഇവിടെ തച്ചു വന്നാലും എന്റെ കെട്ടി എന്നെ മൊഴി ചൊല്ലൂല്ല. അന്റെ ബാപ്പയാണ് പറയണത്. മൊയ്തീൻ കോയ ചൊല്ലിക്കും, ഇല്ലെങ്കിൽ കൊന്ന് കുഴിച്ചു കൊടുക്കണ്ടേ. അള്ളാന്റെ റസൂലിനെ സാക്ഷി നിർത്തി നീ നിക്കാഹ് ചെയ്ത് ഹലാലായി എന്റെ കെട്ടിനാണത്. നീ ഞങ്ങളെ വേർപെടുത്താൻ അള്ളാനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. വരുമ്പട്ടോളാ ഈ പറഞ്ഞാലേ അവൻ ഒപ്പിടുള്ളൂ. പറയേ എന്നിട്ട് എന്തിനാ ആരുടെയൊക്കെ വാശിക്ക് നിന്നു കൊടുത്ത് ഒരിക്കൽ എന്നെ മൊഴി ചൊല്ലിയാച്ചെന്റെ കെട്ടുകളാകാനോ? നിങ്ങൾക്കൊക്കെ തോന്നുമ്പോ തോന്നുമ്പോ നിക്കാഹിന് തലാക്കി നിന്നാരെ കിട്ടൂല. എന്താണ് മാനം കെടുത്തിയ കൊല്ലിഞ്ഞ് കൊല്ലും. ഒപ്പിടാ ഒപ്പിടാ നായിന്റെ മോനെ. വേണ്ടേക്കാ മരിക്കണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. നിങ്ങളെ ചതിച്ചോ? വിടൂല, ഞാൻ വിടൂല. ഇതാന്താണ് ഹിമാറ്. എന്താ കാണിച്ചു? കൊണ്ടുപോകുന്ന മുമ്പിൽ എന്താ കാണിക്കണോ? വേണ്ട, തല്ലണ്ട. അടുത്ത് വരരുത്, അടുത്ത് വരരുത്. കൊല്ലും, അബ്ദു എല്ലാരും കൊല്ലും. കൊല്ലും, അബ്ദു കൊല്ലും, എല്ലാരും കൊല്ലും. അതാ അതാ أشهد أن لا إله